അപ്പോൾ ശരിക്കും ഈ പറഞ്ഞു വരുന്നത് നമ്മൾ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ PMCനെ എൻഗേജ് ചെയ്യണം എന്നുള്ളതാണോ? ഇപ്പം നമ്മളെ സർവീസസ് ഓഫർ ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ 3-4 രീതിയിലാണ്. അതായത് ഒന്ന് ഫുൾ ടൈം PMC സർവീസസ് ഉണ്ട്. എനിക്കൊരു ഫുൾ ടൈം PMC വേണം. അതായത് ഒരു ഫുൾ ടൈം എഞ്ചിനീയർ സൈറ്റിൽ വേണം. അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള സർവീസ് എല്ലാം ഫുൾ എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഫുൾ ടൈം PMC സർവീസ് ആയിട്ട് ഓഫർ ചെയ്യും. ആദ്യം തന്നെ ഒരു ക്ലയൻറ്റ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അയാൾക്ക് PMC അപ്രോച്ച് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഐഡിയൽ സിനാരിയോ. കാരണം ആ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈൻ ടീമിനെ അതിനനുസരിച്ചിട്ട് തന്നെ സപ്ലൈ പാർട്ട് അതായത് ആരൊക്കെ വേണം പ്രൊക്യൂർമെൻറ്റ് സൈഡിൽ ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും, കോൺട്രാക്ടേഴ്സിനെ എങ്ങനെ ഇതിൽ എൻഗേജ് ചെയ്യണം, ഇതെല്ലാം നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കാൻ പറ്റും. അതിന് പകരം ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ട്സിനെയും കണ്ട് കോൺട്രാക്ടേഴ്സിനെയും ഫിക്സ് ചെയ്ത് എല്ലാത്തിനും ശേഷം ഒരു PMC ഓൺബോർഡ് ചെയ്താൽ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ അഡീഷന് ഒരു പരിമിതി ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു PMC ആയിരിക്കണം ഒരു പ്രൊജക്റ്റിൽ ആദ്യം വരേണ്ട ആൾക്കാർ, അതിനുശേഷം ആയിരിക്കണം ബാക്കിയുള്ള ആൾക്കാർ വരേണ്ടത്.